ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇത്തവണ പ്രചരണത്തിനൊക്കെ സമയം വളരെ കുറവാണ്. പെട്ടെന്ന് തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്, കേരളത്തിലെ ഘട്ടം. അപ്പോൾ ഇന്നിപ്പോൾ വന്ന ഒരു കാര്യം, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം BJPയും CPMഉം തമ്മിൽ പാലക്കാട് ഡീലാണ് എന്നുള്ളതാണ്. അവിടെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് BJPയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം. അങ്ങനെ ഒരു ഡീലുണ്ടോ? പാലക്കാട് നിർത്തിയ സ്ഥാനാർത്ഥി നല്ല രീതിയിൽ വോട്ട് സമ്പാദിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാളും കൂടുതൽ വോട്ട് ലഭിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം നല്ല നിലക്ക് ജയിച്ചു വരാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഉതകുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. ഒരു തരത്തിലും ഇവിടെ പുറകോട്ട് പോകുന്ന പ്രശ്നമുണ്ടാകില്ല. നേരത്തെ പുറകോട്ട് പോയിരുന്നു, അത് നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് വരാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഡീൽ ആരോപിക്കുന്നത് അതുതന്നെ ഒരു ഡീലിൻ്റെ ഭാഗമാണ്. ചെയ്യാൻ പോകുന്ന ഡീലിനുള്ള മുൻകൂർ ജാമ്യം തേടലാണ് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പുകളിൽ ഡീൽ ഉറപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസും BJPയും ലീഗും ചേർന്നാണ് എല്ലാ ഘട്ടത്തിലും ഡീലുകൾ ഉറപ്പിച്ചിട്ടുള്ളത്. അതിനവർക്ക് ഒന്നും തടസ്സമായിട്ടില്ല. BJPയുമായി കൂട്ടുചേരുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. നേരത്തെ കോലീബി സഖ്യം ആദ്യത്തെ വടകര പാർലമെൻറ്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലും ഒരുക്കിയത് ഇതേ ആലോചനക്കാരാണ്. അന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും ആ സ്ഥിതി പിന്നീടും കേരളത്തിൽ തുറന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി പല വിധത്തിലുള്ള കൂട്ടുചേരലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെടുത്താൽ പലയിടങ്ങളിലും ഇവർ തമ്മിൽ യോജിച്ച ഭരണം നടക്കുന്നുണ്ട്. അപ്പോൾ BJPയുമായി ആവശ്യാനുസരണം കൂട്ടുചേരുന്നതിനൊരു പ്രയാസമില്ല. BJPക്ക് ഏതെങ്കിലും തരത്തിൽ ചില സീറ്റുകൾ കേരളത്തിൽ നേടാൻ കഴിയുമോ എന്ന ആലോചനയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അക്കാര്യത്തിൽ സഹായം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നീക്കാൻ കോൺഗ്രസും ലീഗും തയ്യാറാകാൻ പോവുകയാണോ എന്നാണ് ഈ ആരോപണം കേൾക്കുമ്പോൾ ശങ്കിക്കേണ്ടത്. അതിനുള്ള ഒരു മുൻകൂറായിട്ടുള്ള ഒരു ആക്രമണ രീതി സ്വീകരിച്ചതാണ് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണ ഘട്ടത്തിൽ ഒരുപക്ഷെ അവരൊരു പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു എന്നൊരു ആഖ്യാനം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുകൂടി കൊണ്ടുവരിക എന്നുള്ളത് UDF മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇടതുപക്ഷം എങ്ങനെ നേരിടുക? ഇടതുപക്ഷത്തിന് അതിനെപ്പറ്റി യാതൊരു ശങ്കയില്ല. കാരണം ഇവിടെ കോൺഗ്രസ്സാണ് BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് തന്നെ BJPയുടെ B ടീമായി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, BJPക്ക് ഇന്നുള്ള സ്വാധീന ശക്തി വെച്ച് രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് മാത്രമായിട്ട് BJPയെ പരാജയപ്പെടുത്താനാകില്ല. അപ്പോൾ ഒരു വിശാലമായ യോജിപ്പുണ്ടാവണം. ആ യോജിപ്പിലൂടെ വേണം BJPയെ പരാജയപ്പെടുത്താൻ. ആ പരാജയപ്പെടുത്തൽ എല്ലായിടങ്ങളിലും വേണം. എന്നാൽ അതിനുതകുന്ന സമീപനവും ഹൃദയവിശാലതയുമാണോ കോൺഗ്രസ് കാണിക്കുന്നത്? ഞാൻ ഉദാഹരണങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ, സമയച്ചുരുക്കം കൊണ്ട് വളരെ വിശദമായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഡൽഹി വടക്കേ ഇന്ത്യയിൽ ഒറ്റപ്പെട്ടൊരു സ്ഥലമായിട്ട് കിടക്കുകയായിരുന്നു. BJPക്കെതിരെയായിരുന്നു. BJPക്ക് ഭരണമുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിയല്ല ഞാൻ പറയുന്നത്, നേരത്തെ ഉള്ളത്. അവിടെ AAPയും കെജ്രിവാളും. കോൺഗ്രസ് അവരെ പ്രധാന ശത്രുവായി കണ്ടില്ലേ? BJP പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി കെജ്രിവാൾ ഗവൺമെൻറ്റിനെതിരെ നടപടികൾ നീക്കി. അതിൻ്റെ ഭാഗമായി ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് എന്താ ചെയ്തത്? ആ അറസ്റ്റിനെ അപലപിക്കുകയല്ല, കോൺഗ്രസ് അത് ശക്തമായ രംഗത്ത് വന്നു. എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ട്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പടക്കം പൊട്ടിച്ച് ആഹ്ലാദിച്ചു. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ സംഭവിച്ചെന്താ? ആ കേസ് പൂർണ്ണമായിട്ട് കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കി. യഥാർത്ഥത്തിൽ ആ കോടതിയുടെ തീരുമാനം BJPക്കേറ്റ അടിയാണ്. എന്നാൽ അതിനേക്കാളും
കോൺഗ്രസ്സിന് മുഖത്തേറ്റ അടിയായില്ലേ? അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ AAPക്കാണല്ലോ BJP നേരിടാനാകുക. ആ AAPക്കെതിരെയല്ലേ കോൺഗ്രസ് നിന്നത്? അവരുടെ ഉള്ള സ്വാധീനം അത് മുഴുവൻ BJPക്ക് സഹായമായിട്ടല്ലേ ഉപയോഗിച്ചത്? ഒരു B ടീമായില്ലേ അവിടെ? ഹരിയാനയിൽ ആരെങ്കിലും BJP തിരിച്ചു വരുമെന്ന് കണക്കാക്കിയിരുന്നു? എങ്ങനെയാണ് തിരിച്ചു വരാൻ പറ്റിയത്? അവിടെയുള്ള യോജിപ്പിന് തടസ്സമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചല്ലോ. അതിൻ്റെ ഭാഗമായല്ലേ BJPക്ക് അവസരമൊരുക്കിയത്? അവിടെയും BJPയുടെ B ടീമായി മാറുകയല്ലേ ചെയ്തത്? ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നോ അവിടങ്ങളിലൊക്കെ ആ തെരഞ്ഞെടുപ്പിനെ ആദ്യഘട്ടത്തിൽ കലക്കുന്ന നിലയല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത്? അനാവശ്യമായ സംഘർഷങ്ങൾ സൃഷ്ടിക്കലായിരുന്നില്ലേ? അത് BJPക്ക് അവസരമൊരുക്കലല്ലേ? അതിൻ്റെ ഗുണം പിന്നീട് BJPക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലേ? എല്ലാ കുളം കലക്കലും നടന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾ യോജിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും BJPക്ക് കുറേ കൂടി അഡ്വാൻസ് ചെയ്യാൻ പറ്റുകയല്ലേ? അതും BJPയുടെ B ടീമാകുന്നതുകൊണ്ടല്ലേ? അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ BJPയുടെ B ടീമായി പ്രവർത്തിക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തയ്യാറാകുന്നു എന്നതാണ് ഇന്ത്യയുടെ അനുഭവം. അവർക്ക് കേരളത്തിൽ പണ്ടേ ഈ പാരമ്പര്യം ഉണ്ടെന്നാലും അതിനനുസരിച്ചുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കും. അതൊന്നും ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യമല്ല. ഞങ്ങളെല്ലാ ഘട്ടത്തിലും അതിശക്തമായി BJP എതിർത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നടപടികൾ എതിർത്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും വർഗീയതയുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. 4 വോട്ടിനു വേണ്ടി അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന മുന്നണിയല്ല LDF.